അമേരിക്കയെ ആദ്യമെന്ന മുദ്രാവാക്യം ആവർത്തിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിരിക്കുന്നത്. അമേരിക്കയുടെ അധംപതനം അവസാനിച്ചെന്ന് ബൈഡൻ ഭരണത്തെ പരാമർശിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. 4 വർഷം മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായികൾ ആക്രമിച്ച ക്യാപിറ്റൽ മന്ദിരത്തിനകത്താണ് ട്രംപ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. വൈറ്റ് ഹൌസിൽ ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഉച്ചയ്ക്കാണ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തത്. ക്യാപിറ്റലിന്റെ പടവുകളിൽ നടക്കാറുള്ള സത്യപ്രതിജ്ഞ തണുപ്പേറിയ കാലാവസ്ഥയായതുകൊണ്ട് മന്ദിരത്തിനകത്താണ് പ്രധാനമായും നടന്നത്. ജെയിംസ് ഡേവിഡ് വാൻസ് വൈസ് പ്രസിഡന്റായി അധികാരമേൽക്കുകയും ചെയ്തു. US പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണ് 78 വയസ്സുകാരനായ ട്രംപ്. 4 വർഷം മുമ്പ് ജോ ബൈഡൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം ട്രംപിനേക്കാൾ 5 മാസമായിരുന്നു ഇളയത്. ജോ ബൈഡനും കമലാ ഹാരിസിനും പുറമെ ഡെമോക്രാറ്റിക് മുൻ പ്രസിഡന്റുമാരായ ബരാക് ഒബാമയും ബിൽ ക്ലിന്റണും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇവരെ സാക്ഷിയാക്കിയാണ് മുൻ ഭരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപ് രംഗത്തെത്തിയത്. ഒന്നാം ഭരണകാലത്തെ ട്രംപിന്റെ നയങ്ങളുടെ ഏതാണ്ട് ആവർത്തനമാണ് രണ്ടാം വരവിലും അദ്ദേഹത്തിനുള്ളത്. അനധികൃത കുടിയേറ്റം പൂർണ്ണമായി തടയുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഒരു പടി കൂടി കടന്ന് മെക്സിക്കോ അതിർത്തിയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി US മെക്സിക്കോ അതിർത്തിയിലേക്ക് സൈനികരെ അയക്കുന്നതാണ്. അനധികൃതമായി അതിർത്തി കടക്കുന്നവരെ പിടികൂടി തടങ്കലിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിയേറ്റക്കാർക്ക് നിയമപരമായി USലേക്ക് പ്രവേശിക്കാൻ സഹായിച്ചിരുന്ന CBP-1 എന്ന ബോർഡർ ആപ്പിന്റെ പ്രവർത്തനം നിർത്തുന്നതുമായിരിക്കും. കുടിയേറ്റക്കാർക്ക് US ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവിക പൗരത്വം ലഭിക്കുന്ന നിയമം റദ്ദാക്കാനുള്ള ഉത്തരവ് യഥാർത്ഥത്തിൽ രാജ്യാന്തര പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. US ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ജന്മാവകാശ പൗരത്വം നടപ്പാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിയും ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിയമപ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ ആഗോളതാപനം നിയന്ത്രിക്കാനുള്ള പാരീസ് കാലാവസ്ഥാ കരാറിൽ നിന്നും US പിന്മാറുമെന്നതാണ് മറ്റൊരു നിർണായകമായ പ്രഖ്യാപനം എന്നത്. മുൻപ് പ്രസിഡന്റ് പദവിയിൽ ഇരുന്നപ്പോഴും ട്രംപ് പാരീസ് കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. പക്ഷേ 2021 ബൈഡൻ ഭരണകൂടം അത് പിൻവലിക്കുകയുണ്ടായി. ഇതിന്റെ തുടർച്ചയാണ് USന്റെ എണ്ണവാതക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കൾക്ക് ചെലവ് കുറയ്ക്കാനും ലക്ഷ്യമിട്ട് ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചത്. നാം വീണ്ടും സമ്പന്നമായ ഒരു രാജ്യമായി മാറുന്നതാണ്. നമ്മുടെ കാൽച്ചുവട്ടിലുള്ള ഈ ദ്രാവക സ്വർണം അതിന് നമ്മെ സഹായിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ ഊർജ്ജം ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ ഉത്തരവിനെയും ട്രംപ് തള്ളുകയാണ് ചെയ്തത്. പനാമ കനാൽ തിരിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കുമെന്ന് തുറന്നു പറഞ്ഞു. കനാലുമായി ബന്ധപ്പെട്ട കരാറുകൾ പനാമ ലംഘിച്ചെന്നും കനാൽ ചൈന നിയന്ത്രിക്കുമെന്ന ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ട്രാൻസ്ജെൻഡറുകളുടെ അവകാശം സംരക്ഷിക്കുന്ന നിയമങ്ങൾ എടുത്തുകളയുമെന്ന പ്രഖ്യാപനം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ആണും പെണ്ണും എന്നീ 2 ജെൻഡറുകളിൽ മാത്രമേ നിയമാംഗീകാരം ഉണ്ടാകൂവെന്നാണ് പ്രധാനമായ ഉത്തരവ്. US ക്യാപിറ്റലിൽ അധികാര കൈമാറ്റത്തിനിടെ 2021 ജനുവരി 6-ന് തോറ്റ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് തന്റെ ആഹ്വാനപ്രകാരം നടന്ന ആക്രമണം അന്വേഷിച്ച പ്രമുഖർക്കെതിരെ പ്രതികാര നടപടി തടയുന്നതിനായി പ്രസിഡന്റ് പദവി ഒഴിയും മുമ്പ് തന്നെ ജോ ബൈഡൻ പ്രത്യേക മാപ്പ് നൽകിയിട്ടുണ്ട്. ഡോക്ടർ ആന്റണി ഫൗച്ചി, റിട്ടയർഡ് ജനറൽ മാർക്ക് മില്ലി, സഭാ സമിതി അംഗങ്ങൾ എന്നിവർക്കാണ് പ്രധാനമായും പുതിയ പ്രസിഡന്റ് പ്രതികാര നടപടിയെടുത്താൽ അത് ഒഴിവാക്കുന്നതിന് മുൻകൂറായി മാപ്പ് നൽകിയിരിക്കുന്നത്. 2020 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയം ട്രംപിനായിരുന്നുവെന്നും ബൈഡൻ അധികാരം കൈമാറുന്നത് ആവശ്യപ്പെട്ട് ട്രംപിന്റെ അനുയായികളെന്ന് ക്യാപിറ്റൽ ഉപരോധിച്ച് വൻ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ജയിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടവർക്ക് മാപ്പ് നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കേസുകളിൽ കുടുങ്ങിയ തന്റെ 5 കുടുംബാംഗങ്ങളെ കുറ്റവിമുക്തരാക്കിയ ഉത്തരവിലാണ് അവസാന മിനിറ്റുകളിൽ ജോ ബൈഡൻ പ്രധാനമായും ഒപ്പിട്ടത്. കുടുംബാംഗങ്ങൾ കുറ്റക്കാരല്ലെന്നും രാഷ്ട്രീയ വിരോധം മൂലം ട്രംപ് അവരെ വേട്ടയാടുമെന്നും പറഞ്ഞതാണ് പ്രധാന നടപടി. ബൈഡൻ പടിയിറങ്ങുന്നതിന് 20 മിനിറ്റ് മുൻപാണ് വൈറ്റ് ഹൌസ് ഉത്തരവ് പ്രഖ്യാപിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് എഴുതിയ കത്തുമായിട്ടായിരുന്നു. ട്രംപിനെ അഭിനന്ദിച്ച് മോദി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായാണ് ജയശങ്കർ ട്രംപിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്. രാജ്യതലവന്മാർ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നതാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ള രീതി. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിനെ റഷ്യൻ പ്രസിഡന്റ് പുടിനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും അഭിനന്ദിക്കുകയുണ്ടായി. 3ാം ലോക യുദ്ധം തടയാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്നതായി യുക്രൈൻ പ്രശ്നപരിഹാരത്തിന് തുറന്ന ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും പുടിൻ വെളിപ്പെടുത്തുകയും ചെയ്തു.